റിവെഞ്ച് അഥവാ പ്രതികാരം. നമുക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടായിരിക്കാം. അതൊരു പക്ഷേ നമ്മളെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അപമാനിച്ച ബന്ധുക്കളോടായിരിക്കാം. അതുമല്ലെങ്കിൽ തേച്ചിട്ട് പോയ ഒരു കാമുകിയോടായിരിക്കാം. അതുമല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ ഒരു സുഹൃത്തിനോടായിരിക്കാം. പ്രതികാരങ്ങൾ പലതരത്തിലാണ്. നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുമ്പ് അതിൽ ചിലത് ഞാനിവിടെ പറയാം. സ്വീറ്റ് റിവെഞ്ച്, മധുര പ്രതികാരം. ഈ പ്രതികാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ദുൽഖറും ഉണ്ണി മുകുന്ദനും കൂടി അഭിനയിച്ച സിനിമ വിക്രമാദിത്യൻ. ഈ സിനിമ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കാണുക. കാരണം മധുര പ്രതികാരം എന്താണെന്ന് ക്ലിയറായി പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ്. തണുത്ത പ്രതികാരം, കോൾഡ് റിവെഞ്ച്. ഒരാൾക്ക് നേരെ ഉടനെ പ്രതികാരം ചെയ്യാതെ പതുക്കെ സമയമെടുത്ത് ശാന്തമായി മനസ്സിൽ പക സൂക്ഷിച്ച് വളരെ കൃത്യമായി അവസരം ലഭിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന പ്രതികാരത്തെയാണ് കോൾഡ് റിവെഞ്ച് എന്ന് പറയുന്നത്. നിശബ്ദ പ്രതികാരം, സൈലന്റ് റിവെഞ്ച്. ഈ പ്രതികാരം കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം സഹോദരനും സഹോദരിയും തമ്മിൽ പിണങ്ങിയിട്ട് സഹോദരി മിണ്ടാതെ നടക്കുക, അങ്ങനെ റിവെഞ്ച് തീർക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിട്ട് ഭാര്യ മിണ്ടാതെ നടക്കുക. ഇതിനെയാണ് സൈലന്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. ഈ പ്രതികാര കഥകൾ ഞാനിവിടെ പറയാൻ കാരണം നമ്മുടെ പ്രചോദിൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രതികാരങ്ങൾ സാധാരണ മനുഷ്യന്മാർ തമ്മിലല്ലേ തോന്നാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രേതത്തോട് പ്രതികാരം തോന്നിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു പ്രതികാര കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രചോദിന് 32 വയസ്സായിരുന്നു. അവിവാഹിതൻ. തൻ്റെ 26 വയസ്സ് മുതൽ പെണ്ണ് കാണാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. ആദ്യമൊക്കെ പ്രചോദിനും പ്രചോദിൻ്റെ വീട്ടുകാർക്കും വലിയ ഡിമാൻഡായിരുന്നു. ഡിമാൻഡ് പറഞ്ഞ് പെണ്ണ് കിട്ടാതെ ആയപ്പോൾ അവസാനം ഇപ്പോൾ ഏതെങ്കിലും പെണ്ണിനെ കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. പ്രചോദ് ആദ്യമൊക്കെ ഡിമാൻഡ് വയ്ക്കാൻ കാരണം പ്രചോദിൻ്റെ സ്കൂൾ കോളേജ് കാലങ്ങളിൽ പ്രചോദ് നല്ലൊരു ഗായകനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചോദിനെ ഒരുപാട് പെൺകുട്ടികൾ സ്നേഹിച്ചിരുന്നു. അക്കാലത്ത് പ്രചോദിന് അതൊരു ഹരമായിരുന്നു. ഒരുപാട് പ്രേമലേഖനങ്ങൾ പ്രചോദിനെ തേടി വന്നിരുന്നു. പക്ഷേ പ്രചോദ് അതൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതിന് അവനൊരു കാരണവും പറഞ്ഞിരുന്നു. താൻ ഒരാളിൽ നിന്ന് പ്രേമലേഖനം സ്വീകരിച്ചാൽ തൻ്റെ ബാക്കിയുള്ള ആരാധികമാർക്കെല്ലാവർക്കും വിഷമമുണ്ടാകുമെന്ന്. അതിനാൽ ഒരു ഹീറോയെപ്പോലെ അവൻ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് നടന്നു. കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ഒരു 26 വയസ്സായപ്പോൾ പ്രചോദിൻ്റെ വീട്ടുകാർ അവനെ വിവാഹം ആലോചിച്ചു തുടങ്ങി. സ്വാഭാവികമായും സ്വന്തം മനസ്സിൽ ഒരു ഹീറോയിക് പരിവേഷം ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഡിമാൻഡുകളും കൂടുതലായിരുന്നു. പെൺകുട്ടിക്ക് നീളമുള്ള മുടി വേണം, നീണ്ട മൂക്ക്, ഉരുണ്ട കണ്ണ്, വളരെ വിദ്യാഭ്യാസം കൂടിയ പെൺകുട്ടിയായിരിക്കണം. ഇതൊക്കെയായിരുന്നു പ്രചോദിൻ്റെ ഡിമാൻഡ്. പക്ഷേ വീട്ടുകാരുടെ ഡിമാൻഡ് ഇതൊന്നുമല്ലായിരുന്നു. 101 പവൻ വേണം, ടൊയാട്ടോയുടെ ഒരു 15 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കാറ് വേണം, 5000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡപം വേണം. ഇതൊക്കെയായിരുന്നു പ്രചോദിൻ്റെ വീട്ടുകാരുടെ ഡിമാൻഡ്. പ്രചോദിൻ്റെയും വീട്ടുകാരുടെയും ഈ ഡിമാൻഡുകളൊക്കെ പറഞ്ഞ് പതുക്കെ അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അവസാനം 32 വയസ്സെത്തിയപ്പോൾ ഡിമാൻഡുകളൊന്നും ഇല്ലാതെയായി. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്നായി പ്രചോദിനും വീട്ടുകാർക്കും. ഇത്രയൊക്കെ ആയപ്പോൾ പ്രചോദ് വേറൊരു അന്വേഷണം കൂടി നടത്തി. പഴയ ആരാധികമാരാരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ അവരെല്ലാം 1ഉം 2ഉം കുട്ടികളായി ലൈഫിൽ സെറ്റിലായി കഴിയുകയായിരുന്നു. അങ്ങനെ പ്രചോദിൻ്റെ ആ ഒരു വഴിയും അടഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ബ്രോക്കർ വഴി പ്രചോദിനെ തേടി ഒരു ആലോചന വന്നു. കുട്ടിയുടെ ഫോട്ടോ
ബ്രോക്കർ പ്രചോദിനെ കാണിച്ചു. വളരെ സുന്ദരിയായ കുട്ടി, പ്രചോദിന്റെ അതേ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതും പ്രചോദിന്റെ മനസ്സ് പറഞ്ഞു, ഈ വിവാഹം നടക്കും എന്ന്. കുട്ടിക്ക് 30 വയസ്സുണ്ടായിരുന്നു. പ്രചോദിന്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ പ്രചോദിന്റെ ഒരു വിടുവായനായ അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ പറഞ്ഞു, കുട്ടിക്ക് 30 വയസ്സുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന്. ഇത് കേട്ടതും പ്രചോദിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അപ്പോൾ തന്നെ പ്രചോദ് അമ്മയോടും അച്ഛനോടുമായി പറഞ്ഞു, പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കാരണവശാലും ഈ അമ്മാവനെ കൂട്ടാൻ പാടില്ല എന്ന്. പക്ഷേ പിറ്റേ ദിവസം തന്നെ പ്രചോദിനെ തേടി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പ്രചോദിന്റെ വീട്ടിലേക്ക് വന്നു. ബ്രോക്കർ നേരത്തെ തന്നെ പ്രചോദിന് സൂചന കൊടുത്തിരുന്നു, അവിടെ നിന്നും ആളുകൾ വരുന്നുണ്ട് എന്ന്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പ്രചോദിനോടും വീട്ടുകാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രചോദിന്റെ ആ വിടുവായനായ അമ്മാവൻ കൂടി കയറി വന്നു. പെട്ടെന്ന് പ്രചോദിന്റെ നെറ്റി ചുളിഞ്ഞു. ഇനി ഈ വിടുവായനായ അമ്മാവൻ എന്തെങ്കിലും ഭോഷത്തരം പറയുമോ എന്നായിരുന്നു അവൻ്റെ ഭയം. അമ്മാവൻ ഇരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോടും ചോദിച്ചു, എന്താ കുട്ടിയുടെ കല്യാണം 30 വയസ്സായിട്ടും നടക്കാത്തത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെൺകുട്ടിക്ക്? ഇത് കേട്ടതും പ്രചോദിന്റെ വീട്ടുകാരെല്ലാവരും ഞെട്ടി. പ്രചോദിന്റെ മനസ്സിൽ പറഞ്ഞു, ഈ കല്യാണവും മുടങ്ങി. പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്കൾ ചോദിച്ചത് ശരിയാണ്. ആ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. എൻ്റെ മകളുടെ പേര് മീന എന്നാണ്. മീന സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മീനയുടെ പുറകെ ഒരു പയ്യൻ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. ജെറോം എന്നാണ് അവൻ്റെ പേര്. മോൾക്ക് അവനെ ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു. മോൾ അത് അപ്പോൾ തന്നെ ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഈ ജെറോം കുറച്ച് ടോക്സിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നത്. ഇക്കാര്യം ഞങ്ങൾ അന്ന് തന്നെ പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നു. പ്രിൻസിപ്പൽ അപ്പോൾ തന്നെ അവനെ വിളിച്ച് വാർണിംഗ് കൊടുത്തിരുന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അവൻ്റെ ശല്യം വീണ്ടും കൂടി വന്നു. മീനയുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഈ ശല്യമെല്ലാം മാറും എന്ന് കരുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മീന വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തു. ഈ കോളേജ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ജെറോങ്ങും ആ കോളേജിൽ തന്നെ ജോയിൻ ചെയ്തു. പിന്നെയും അവൻ്റെ ശല്യം കൂടിയപ്പോൾ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് ജെറോങ്ങിൻ്റെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അവൻ വലിയ വാശിയുള്ള ഒരു കുട്ടിയാണ്. വീട്ടുകാർ പറഞ്ഞാൽ പോലും അവൻ കേൾക്കാറില്ല എന്നാണ് അവൻ്റെ വീട്ടുകാർ പറഞ്ഞത്. പോലീസ് ജെറോങ്ങിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ച് നന്നായി വിരട്ടി. ഇനി മേലിൽ മീനയെ ശല്യം ചെയ്യരുതെന്നും പോലീസ് അവനോട് പറഞ്ഞു. ഇത് ജെറോങ്ങിൻ്റെ മനസ്സിൽ വളരെ വാശി കൂട്ടി. 2-3 ദിവസം ജെറോങ്ങിൻ്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. പക്ഷേ ഒരു ദിവസം മീന വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി ജെറോങ്ങിനെ കണ്ടു. മരമനയാറിൻ്റെ പാലം കടന്നു വേണം മീനയ്ക്ക് വീട്ടിലേക്ക് വരാൻ. മീന പാലം കടന്നു വരുമ്പോൾ പാലത്തിൻ്റെ സെൻറ്ററിലായി ജെറോങ് മീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജെറോങ്ങിനെ കണ്ടതും മീന ഒന്ന് പതറി. ജെറോങ് മീനയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, മീന ജെറോങ്ങിനെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന്. മീന ഇത് സമ്മതിക്കാതെ നടന്നു നീങ്ങാൻ തുടങ്ങി. പക്ഷേ അവൻ നടന്നു നീങ്ങിയ മീനയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്നു പറഞ്ഞ് മീനയെ പൊക്കിയെടുത്ത് അവൻ ആറ്റിലേക്ക് എറിഞ്ഞു. കൂടെ ജെറോങ്ങും എടുത്തു ചാടി. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പറയാൻ തുടങ്ങി. ആ സമയം ആ ആറിലൂടെ വന്ന 2-3 വള്ളക്കാർ ഈ സംഭവം കണ്ടു. ആ വള്ളക്കാർ വെള്ളത്തിലേക്ക് ചാടി മോളെ രക്ഷിച്ചു. പക്ഷേ ജെറോങ്ങിൻ്റെ തല പോയി ആറ്റിലെ ഏതോ ഒരു കല്ലിലിടിച്ച് അവൻ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. ഇത് കേട്ടുകൊണ്ട് നിന്ന് ആ വീട്ടിലെ എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി. പക്ഷേ പ്രചോദിന്റെ മനസ്സ് പറഞ്ഞു, ഹോ, രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ നിന്നാണ് ഒരു ട്വിസ്റ്റ് തുടങ്ങുന്നത്. മീനയുടെ അച്ഛൻ തുടർന്നു,
മരിച്ചുപോയ ജെറോങ്ങിൻ്റെ ആത്മാവ് ഇപ്പോൾ മീനയുടെ കൂടെയുണ്ട്. ഈ പ്രശ്നമാണ് നേരത്തെ അമ്മാവൻ ചോദിച്ച ആ പ്രശ്നം. മീനയുടെ കല്യാണമൊന്നും നടത്താൻ ജെറോങ്ങിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞാൽ ഈ ആത്മാവ് മീനയുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു പോകുമെന്ന് പ്രശസ്തനായ മകയിരം പോറ്റി പറഞ്ഞിരുന്നു. അങ്ങനെ മീനയുടെ 24-ാം വയസ്സ് മുതൽക്ക് ഞങ്ങൾ മീനയ്ക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. വരുന്ന ആലോചനക്കാരോടെല്ലാം ഞങ്ങൾ ഈ സംഭവം മറച്ചു വച്ചിരുന്നില്ല. ഈ സംഭവം കേൾക്കുമ്പോൾ മിക്ക ആൾക്കാരും കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഇതിലൊന്നും വിശ്വസിക്കാത്ത 2-3 പേർ കല്യാണ ആലോചനയുമായി മുന്നോട്ട് വന്നു. ആദ്യം വന്ന പയ്യൻ കല്യാണ നിശ്ചയം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. ആ പയ്യൻ്റെ ബൈക്കിന് പുറകെ ഇരുന്ന സുഹൃത്ത് രക്ഷപ്പെട്ടിരുന്നു. അവൻ പറഞ്ഞു, ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഇരുണ്ട സാധനം നമ്മളെ വന്ന് മൂടി, പിന്നെ ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടായത്. അത് ജെറോങ്ങിൻ്റെ ആത്മാവായിരുന്നു. രണ്ടാമത്തെയാളും ഇതുപോലെ തന്നെ. നിശ്ചയം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നാൻ തുടങ്ങി അയാളുടെ കൂടെ ആരോ ഉണ്ട് എന്ന്. അയാൾ കിടക്കുമ്പോഴും അയാൾ യാത്ര ചെയ്യുമ്പോഴും അവസാനം അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ ആവാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും ഒരുപാട് സംഭവങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കല്യാണം ഇതുവരെയും മുടങ്ങി നിൽക്കുന്നത്. ഇതെല്ലാം കേട്ട് പ്രചോദിൻ്റെ വീട്ടുകാർ എന്ത് പറയണം എന്നറിയാതെ നിന്നു. ഇതെല്ലാം കേട്ട ഉടൻ തന്നെ അമ്മാവൻ പറഞ്ഞു ഇത് നടക്കില്ല എന്ന്. എല്ലാവരും പ്രചോദിനെ തന്നെ നോക്കി. പ്രചോദിൻ്റെ മനസ്സിൽ ഈ ആലോചന വിട്ടുകളയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആറ്റുനോറ്റിരുന്ന് തൻ്റെ സങ്കല്പത്തിലുള്ളതുപോലുള്ളൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ ആലോചന വന്നപ്പോൾ അത് ഇങ്ങനെയുമായി. അവന് ആ ആലോചന വിട്ടുകളയാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രചോദ് മീനയുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, കല്യാണം കഴിഞ്ഞാൽ ഈ ആത്മാവ് ഒഴിഞ്ഞു പോകും എന്നുള്ള കാര്യം ഉറപ്പാണോ? അപ്പോൾ മീനയുടെ അച്ഛൻ പറഞ്ഞു, മകയിരം പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ടാണ്, പോയിരിക്കും. മകയിരം പോറ്റിയെപ്പറ്റി പ്രചോദിൻ്റെ വീട്ടുകാരും ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രചോദിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷേ പ്രചോദ് കല്യാണത്തിന് സമ്മതിച്ചു. പ്രചോദ് മീനയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നമുക്ക് നിശ്ചയം വേണ്ട, നേരെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ മീനയുടെ അച്ഛനും അമ്മയും ഇറങ്ങാൻ നേരം പ്രചോദിനോടായി ഒരു കാര്യം പറഞ്ഞു, മോനെ, ഇന്നു മുതൽ ജെറോങ്ങിൻ്റെ ആത്മാവ് നിന്നോടൊപ്പം കാണും. പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ വയ്ക്കുക, അവന് നിന്നെ ഭയപ്പെടുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. അവന് നിന്റെ ദേഹത്ത് തൊടാൻ കഴിയുകയില്ല. ഈ ഒരു സൂചന പ്രചോദിന് ചെറിയൊരു ആശ്വാസം നൽകി. 2 ദിവസം കഴിഞ്ഞ് ഒരു രാത്രി പ്രചോദ് തൻ്റെ മുറിയിൽ തൻ്റെ കണ്ണാടിയിൽ നോക്കി കല്യാണ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കണ്ണാടിയിലൂടെ പ്രചോദ് കണ്ടു, തൻ്റെ പുറകിലായി ഒരു കസേരയിൽ ഒരു നിഴൽ മാത്രം ഇരിക്കുന്നു. പ്രചോദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതെ, അതവിടെ തന്നെ ഇരിക്കുന്നു. പ്രചോദ് ഭയന്നു. ആ നിഴൽ പതുക്കെ എണീറ്റ് പ്രചോദിൻ്റെ അരികിലേക്ക് വന്നു. പിന്നെ അത് മറഞ്ഞുപോയി. പ്രചോദിന് പിന്നെ അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. പ്രചോദിന് മനസ്സിലായി ജെറോങ്ങിൻ്റെ ആത്മാവ് പണി തുടങ്ങിയെന്ന്. പ്രചോദ് മീനയുടെ നമ്പർ സംഘടിപ്പിച്ച് മീനയോട് ഈ വിവരം വിളിച്ചറിയിച്ചു. അപ്പോൾ മീന പറഞ്ഞു, ആ ദുഷ്ടൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. പ്രചോദിന് ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാം. വേണ്ടാത്ത തലവേദന എന്തിനാണ് എടുത്ത് തലയിൽ വയ്ക്കുന്നത്? മീന പറഞ്ഞു. ജെറോങ്ങിനോട് തനിക്ക് തീരാ പകയുണ്ട്. അത് എനിക്ക് തന്നെ വീട്ടണം. ഇതു കേട്ടുനിന്ന പ്രചോദ് പറഞ്ഞു, അത് ഇനി മുതൽ മീനയുടെ മാത്രം പ്രതികാരമല്ല, അത് ഇനി എൻ്റെയും കൂടി പ്രതികാരമാണ്. അങ്ങനെ മീനയുടെ പ്രതികാരം പ്രചോദ് ഏറ്റെടുക്കുന്നു. പിന്നുള്ള ദിവസങ്ങളിൽ പ്രചോദിന് ഈ നിഴലിനെ കൊണ്ട് വളരെ ശല്യങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോഴാണ് മീനയുടെ അച്ഛൻ പറഞ്ഞ ആ സംഭവം പ്രചോദ് ഓർക്കുന്നത്. ഈ നിഴലിന് പ്രചോദിനെ ഭയപ്പെടുത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ. പ്രചോദിൻ്റെ ശരീരത്തിൽ തൊടാനോ പ്രചോദിനെ ഉപദ്രവിക്കാനോ ആ നിഴലിന് കഴിയുന്നില്ല.
പക്ഷേ രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഈ നിഴൽ പ്രചോദിനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ നിഴലിനെ പ്രചോദിന് കാണാൻ കഴിയുന്നുണ്ട്. പ്രചോദിൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ തോന്നി. അവൻ മീനയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ മീനയും കൊണ്ട് മകയിരം പോറ്റിയുടെ അടുത്തേക്ക് വരണം എന്ന്. പിറ്റേ ദിവസം പ്രചോദ് വീട്ടിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ജെറോങ്ങിൻ്റെ നിഴൽ പല രീതിയിലുള്ള ശല്യങ്ങളും പ്രചോദിനെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പ്രചോദ് ഭയന്നില്ല. അവൻ നിഴലിനോടായി പറഞ്ഞു, നിന്റെ ശല്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇത് ഇപ്പോൾ എൻ്റെ വാശിയാണ്. പ്രചോദ് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും കാറ് ഓടിക്കുമ്പോഴും പ്രചോദിൻ്റെ കണ്ണിൽ ഇരുട്ട് നിറച്ചും പല രീതികളിലും പ്രചോദിനെ ഭയപ്പെടുത്താൻ നിഴൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ പ്രചോദ് മുന്നോട്ട് തന്നെ പോയി. പ്രചോദിന് ഒരു കാര്യം നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ നിഴലിന് ഒരു രീതിയിലും പ്രചോദിൻ്റെ ശരീരത്തിൽ തൊട്ട് പരിക്കേൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രചോദ് മകയിരം പോറ്റിയുടെ അടുത്തെത്തി. അവിടെ മീനയുടെ അച്ഛനും അമ്മയും മീനയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മീനയെ ആദ്യമായായിരുന്നു പ്രചോദ് നേരിൽ കാണുന്നത്. കണ്ടയുടൻ തന്നെ പ്രചോദ് കയ്യിൽ സൂക്ഷിച്ചിരുന്ന താലിയെടുത്ത് മീനയുടെ കഴുത്തിൽ കെട്ടി. ഇത് പ്രചോദ് ചെയ്തത് മകയിരം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു. പ്രചോദ് വരുമ്പോൾ പ്രചോദിനെ നിഴൽ പിന്തുടരുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു. താലി കെട്ടിയ ഉടൻ തന്നെ ആ നിഴൽ വായുവിലേക്ക് അലിഞ്ഞു ചേർന്നതും എല്ലാവരും കണ്ടു. അങ്ങനെ മീനയുടെയും പ്രചോദിൻ്റെയും പ്രതികാരം അവിടെ തീർന്നു. പ്രചോദും ജെറോങ്ങും രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. ജെറോങ് പഠിപ്പിക്കുന്നത് സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്ന സാധനമല്ല എന്നും, പ്രചോദ് പഠിപ്പിക്കുന്നത് സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെച്ച് കൂടെ നിൽക്കുക എന്നുമാണ്. ഇതുപോലെ രസകരമായ കഥകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.